ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് കൃത്യമായിട്ട് വന്നിരുന്നു. 25,250 നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെയായിരുന്നു ഓപ്പൺ ആയത്, ഏകദേശം അവിടെ തന്നെ. അതിന് കൃത്യമായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് തട്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു. സെക്കൻഡ് ക്യാൻഡിലും ഏകദേശം അതുപോലെ തന്നെയാണ് ഉണ്ടായത്. ആ സമയത്താണ് നമ്മൾക്ക് ട്രേഡിൽ എൻട്രി ആയത്. നമ്മൾ എക്സിറ്റ് ആയത് ഏകദേശം ഈ ഒരു ലെവലായിരുന്നു. നമ്മൾ 25,150 നമ്മൾ എക്സിറ്റ് ആയത്. മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് തന്നെ വന്നു. പക്ഷേ അത് നമുക്ക് ആ ട്രേഡ് കിട്ടിയില്ല. ഇവിടെ നമ്മൾ ഉണ്ടായിരുന്നു, നമ്മൾ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. ടാർഗറ്റിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ എക്സിറ്റ് ആയി. പിന്നീട് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് ഈ ഒരു ക്യാൻഡിലാണ് രണ്ടാമത്തെ ട്രേഡ് എടുത്തത്. അത് അത്യാവശ്യം നമ്മൾ റെസിസ്റ്റൻസ് വരെ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആക്കി. 2 ട്രേഡായിരുന്നു ഉണ്ടായിരുന്നത് നിഫ്റ്റിയിൽ, 2 നമ്മൾ എടുത്തിരുന്നു. പിന്നെ ഇതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് എടുത്തില്ല, കാരണം എല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ആരും എടുത്തില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതാ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് ഇവിടെ നമ്മൾ സപ്പോർട്ട് എടുത്തിട്ട് അത് നന്നായിട്ടൊരു മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. ഏകദേശം അതേ സപ്പോർട്ട് തന്നെ എടുത്തിട്ട് നന്നായിട്ട് മുകളിലേക്ക് പോയി. പക്ഷേ നമ്മൾ ആ ട്രേഡ് എടുത്തില്ല. നമ്മൾ നിഫ്റ്റിയിൽ മാത്രമാണ് 2 ട്രേഡ് എടുത്തതെന്ന്. ഓക്കെ, അപ്പം നാളത്തെ ലെവലുകൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ലെവലുകൾ തന്നെ നമുക്ക് നാളെ ഉപയോഗിക്കാം. കാരണം മാർക്കറ്റിൽ വലിയ മാറ്റമൊന്നും, ഡാറ്റയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഏകദേശം അതുപോലെയൊക്കെ തന്നെയായിരിക്കും. ഇന്നലെ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് നോക്കി വെച്ചിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ. പക്ഷേ നാളെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഡയറക്ഷൻ വെക്കുന്നില്ല. ഏത് ഭാഗത്തേക്കാണോ അതിനനുസരിച്ച് നമുക്ക് നാളത്തെ പ്ലാൻ ചെയ്യാം. കാരണം ഇന്നലത്തെ പോലെ അത്ര കംഫർട്ട് ഡൗൺ സൈഡിലേക്കോ അല്ലെ അപ്പ് സൈഡിലേക്കോ പറയാൻ വേണ്ടി പറ്റിയ ഡാറ്റ ഇല്ല ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ പറയാത്തതെന്ന്. അപ്പോൾ ഇന്നത്തെ സപ്പോർട്ട് ലെവൽ 25,150 തന്നെയാണ് സപ്പോർട്ട് ലെവൽ. അത് ബ്രേക്ക് ചെയ്തിട്ട് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ മുകളിലേക്ക് വന്ന് 25,150 ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. അതൊരു റെസിസ്റ്റൻസ് എടുക്കുന്നതിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. പിന്നെ 25,30 ഒരു സപ്പോർട്ടായിട്ടുണ്ട്, 25,000 ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ 24,950 ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ 25,250. പക്ഷെ അത് അത്ര പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവണമെന്നില്ല. നാളെ നമ്മൾ ശ്രദ്ധിക്കണം 25,250 റെസിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ 25,350, 25,400 പിന്നെയുള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകൾ. ഓക്കെ, പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ മാറ്റങ്ങളൊന്നുമില്ല. ലെവലുകൾക്ക് അതേ ലെവലുകൾക്ക് തന്നെ ഇന്ന് നമ്മൾ എടുക്കുന്ന 55,200, 55,000, അത് രണ്ടുമാണ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് സപ്പോർട്ടായിട്ട് എടുക്കും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള സപ്പോർട്ട് വെച്ചാൽ 55,500, പിന്നെ 55,400 നമുക്കൊരു സപ്പോർട്ടായിട്ട് എടുക്കാം. നാളെ മിക്കവാറും 55,400 ആയിരിക്കും ഒരു സപ്പോർട്ടായിട്ട് എടുക്കാനും പ്രധാനപ്പെട്ട സാധ്യതയായിട്ട് കാണുന്നത്. നാളത്തെ ദിവസം 500 ആയിരിക്കണം എന്നില്ല. 55,400 വന്നിട്ട് ജസ്റ്റ് ഒന്നൊരു ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പ് സൈഡിലേക്കാണെങ്കിൽ. ഡൗൺ സൈഡിലേക്കാണ് ഒരു ഏകദേശം നാളെ ഓപ്പണിംഗ് വന്നതിന് ശേഷം ഡൗൺ സൈഡിലേക്കാണ് നമുക്ക് വ്യൂ എങ്കിൽ നമുക്ക് 25,500 ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴത്തേക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. നാളത്തെ ഓപ്പണിംഗ് പോലെയായിരിക്കും ബാങ്ക് നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുകൾ നാളത്തെ സംഭവിക്കാൻ. ഓപ്പണിംഗ് എവിടെയായിരിക്കും നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. അപ്പോൾ എന്തായാലും നാളെ ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, കാരണം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ലെവലിലുള്ള തന്നെ വർക്ക് ചെയ്യുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് പിന്നെ ഇന്ന് അപ്ഡേഷൻ ഒന്നും കൊടുക്കാതിരുന്നത്. അതാണ് ഇപ്പോൾ ലെവലുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ അപ്ഡേഷൻ കൊടുക്കാറില്ല സാധാരണ. നാളെ ബാങ്ക് നിഫ്റ്റിയിൽ എന്നിട്ട് ട്രേഡിൻ്റെ ഞാൻ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തെ ഓപ്പൺ നോക്കിയിട്ടാണ് ട്രേഡ് മിക്കവാറും വരിക. ഓക്കെ, ഈ റെസിസ്റ്റൻസ് സപ്പോർട്ടൊന്ന് നിങ്ങളെ ചാർട്ടിലൊന്ന് വരച്ച് വെച്ചോളൂ. 25,500 ഒരു സപ്പോർട്ടാണ്, 25,200 ഒരു സപ്പോർട്ടാണ്, 55,500 ഒരു സപ്പോർട്ട്, 55,200 ഒരു സപ്പോർട്ട്, 55,000 ഒരു സപ്പോർട്ട്, 55,700, 55,800 ഇത്രയാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊന്ന് നിങ്ങളൊന്ന് വരച്ച് വെച്ചോളൂ. അതിനുശേഷം നമുക്ക് നാളത്തെ ലെവലുകൾ എന്തെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലെ കാര്യങ്ങൾ ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.